റംസാൻ നിലാവ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പൊൻപ്രഭയിൽ വിരിഞ്ഞ സ്വർണ്ണ പരിശുദ്ധിയാൽ കാൽനൂറ്റാണ്ടിന്റെ വിശ്വസ്ത പാരമ്പര്യവുമായി ഐശ്വര്യ ഗോൾഡ് പാലസ്. സംശുദ്ധ സ്വർണവും ലേറ്റസ്റ്റ് ഡിസൈനുകളും ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ഞങ്ങൾ ഇവിടെ അവതരിപ്പിക്കുന്നു. ട്രഡീഷണൽ, മോഡേൺ, ഹാൻഡ്മെയ്ഡ്, ലൈറ്റ് വെയ്റ്റ് തുടങ്ങിയ നിരവധി ഡിസൈനുകൾ. വിവാഹ പാർട്ടികൾക്ക് അഡ്വാൻസ് ബുക്കിംഗിലൂടെ സ്പെഷ്യൽ പാക്കേജുകൾ. ഇനി ഓരോ മുഹൂർത്തങ്ങളും ഐശ്വര്യയോടൊപ്പം ആഘോഷമാക്കൂ. ഐശ്വര്യ ഗോൾഡ് പാലസ്, തൃശൂർ റോഡ്, എടപ്പാൾ, നന്നമ്മുക്ക് റോഡ്, ചങ്ങരംകുളം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അൽ ഫായിസീൻ. സ്നേഹനിധികളായ സഹോദരങ്ങളെ, റമളാൻ അതിൻ്റെ സമാപന ഘട്ടത്തിലെത്തുകയാണ്. റമളാൻ ഷരീഫിൻ്റെ വിടവാങ്ങൽ ഓർക്കുമ്പോൾ വലിയ ഒരു നീറ്റലായി, ഹൃദയത്തിന് ഉൾക്കൊള്ളാൻ കഴിയാത്തൊരു സങ്കടമായി ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു സാഹചര്യം നമുക്ക് രൂപപ്പെടുന്നു. ഉറ്റവരൊക്കെ വിട പറയുമ്പോഴുള്ള അതിനേക്കാൾ വലിയ ഒരു മനോവേദന നമ്മൾ ഓരോ ആളുകളും അനുഭവിക്കുകയാണ്. കാര്യം, അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഒരു മാസം, പുണ്യങ്ങളുടെ പൂക്കാലം, അനുഗ്രഹങ്ങളുടെ വസന്തകാലം എന്നൊക്കെ നമ്മൾ ആവേശത്തോടെ പറയുന്ന ഈ റമളാൻ, യഥാർത്ഥത്തിൽ അത് നമുക്ക് ത്യാഗത്തിൻ്റെ ദിനരാത്രങ്ങളാണല്ലോ സമ്മാനിച്ചിരുന്നത്. അന്നപാനീയങ്ങൾ കഴിക്കാൻ കഴിയാതെ വിനോദ സംവിധാനങ്ങൾ, അങ്ങനെയുള്ള മനസ്സിന് ആകർഷണം നൽകുന്ന എല്ലാ കാര്യങ്ങളും പൂർണ്ണമായി വർജിക്കുന്ന, ഏത് തലങ്ങളിലൂടെ നമ്മൾ പരിശോധിച്ചാലും ഒരു വലിയ ത്യാഗം എന്ന് തന്നെ പറയാൻ പറ്റുന്ന രാപ്പകലുകളാണ് റമളാനിൽ ഉണ്ടായിരുന്നത്. അതിൽ നിന്ന് വീണ്ടും മറ്റൊരു ജീവിതത്തിലേക്ക് നമ്മൾ വഴിമാറുകയാണ്. യഥേഷ്ടം ഭുജിക്കാനും ഭക്ഷിക്കാനും ഒക്കെ കഴിയുന്ന സമയങ്ങളിലേക്ക് നമ്മൾ ചേഞ്ച്, അങ്ങനെയാണ് മാറ്റം. പക്ഷേ അതിലൊരു സന്തോഷം എന്നതിനേക്കാൾ അപ്പുറം ഒരു വിശ്വാസിക്കുണ്ടാകുന്നൊരു വികാരം എന്താണ്? ഇനി രാവിലെ എനിക്ക് നാസ്ത കഴിക്കാം, അതുപോലെ ഇഷ്ടപ്പെടുന്ന പലഹാരങ്ങളൊക്കെ എനിക്ക് യഥേഷ്ടം കഴിക്കാൻ ഒരു വിലക്കുമില്ല. അതിനാൽ ഒരു സന്തോഷം, അങ്ങനെ സ്വാഭാവികം നമ്മൾ ചിന്തിക്കും, ഒരുപക്ഷെ അങ്ങനെ തോന്നിപ്പോകാമെങ്കിലും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ലല്ലോ വരുന്നത്. റമളാൻ പോകുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ആരും പറയാതെ തന്നെ മനസ്സിൻ്റെ ഉള്ളിൽ എന്തോ ഒരു ശൂന്യത അനുഭവപ്പെടുന്ന ഒരു പ്രതീതി നമുക്കുണ്ടാകുന്നു. അങ്ങനെ ഉണ്ടാകുന്നുവെങ്കിൽ നമുക്ക് സമാധാനിക്കാൻ വകയുണ്ട്. അള്ളാഹുവിൻ്റെ പ്രതിഫലം നമ്മളെ കാത്തിരിക്കുന്നു എന്ന് പ്രതീക്ഷിക്കാം. അള്ളാഹു അതിന് തൗഫീക്ക് പ്രദാനം ചെയ്യട്ടെ, ആമീൻ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കാരണം ആ മാസത്തെ നമ്മൾ സ്നേഹിച്ചിരുന്നു. നമ്മളറിയാതെ ആ ഒരു മാസത്തിൻ്റെ വിശുദ്ധി നമ്മൾ ഉൾക്കൊണ്ടവരായിരുന്നു. വളരെ പ്രധാനമായ ഒരു വസ്തുതയുടെ പ്രതിഫലനമായിട്ടാണ് ഈ ഒരു സങ്കടം നമ്മൾ കാണുന്നത്. ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച പള്ളി മിനാരങ്ങളിൽ നിന്ന് മിമ്പറിൽ കയറിയ ഉസ്താദുമാരുടെ കണ്ടവിടറുന്ന സ്വരങ്ങൾ നമ്മൾ കേട്ടു. വാക്കുകൾ പൂർണ്ണമാക്കാൻ കഴിയാതെ മുറിഞ്ഞു പോകുന്ന വാക്കുകളായി
നമ്മളത് സങ്കടത്തോടെ കേട്ടുകൊണ്ടേയിരുന്നു. അസ്സലാമു അലൈക യാ ഷഹ്റ റമളാൻ. ഓ റമളാൻ, നിനക്ക് സലാം. ഓ വിശുദ്ധിയുടെ മാസമേ, നിനക്ക് സലാം. തറാവീഹിൻ്റെയും പ്രകാശത്തിൻ്റെയും മാസമേ, നിനക്ക് സലാം. ഈ സലാം പറയുന്ന ആ ഒരു സമയം ഒരിറ്റ് കണ്ണുനീർത്തുള്ളികൾ പൊഴിയാത്തവരോ വളരെ ഗദ്ഗദത്തോടെ സങ്കടം കടിച്ചമർത്താത്തവരോ ഇല്ല എന്ന് നമുക്ക് പറയാൻ കഴിയും. അപ്പം അത്രത്തോളം നമ്മൾ അറിയാതെ ഈ ഒരു മാസം നമ്മളെ മനസ്സുകളെ സ്വാധീനിക്കുന്നു, നമ്മുടെ സ്വഭാവങ്ങളെ നിയന്ത്രിക്കുന്നു, നല്ലൊരു മാറ്റത്തിനുള്ള പ്രചോദനം നമുക്ക് നൽകിയിരുന്നു. അത് ഈ മാസത്തിലൂടെ അള്ളാഹു നൽകിയതായിരുന്നു. അത് തന്നെയാണ് ലഅല്ലക്കും തത്തഖൂൻ, തഖ്വയുണ്ടാകാനാണ് ഈ മാസമെന്ന് അള്ളാഹു പറഞ്ഞതിൻ്റെ സാരവും അത് തന്നെയാണ്. ഒരു മാറ്റിയെടുക്കലായിരുന്നു, ഒരു പരിവർത്തിതപ്പെടുത്തലായിരുന്നു. നമുക്കറിയാലോ, പരിവർത്തിതപ്പെടുത്താൻ അല്ലെങ്കിൽ മാറ്റിയെടുക്കാൻ അഗ്നി ആവശ്യമാണ്. കൊല്ലൻ്റെ അടുക്കൽ ഇരുമ്പിനെ പരിവർത്തിതമുണ്ടാക്കാൻ, അതിനെ മറ്റൊന്നാക്കാൻ, അതിനെ സംസ്കരിക്കാൻ കൊണ്ടുപോയാൽ അവർ ചെയ്യുക, അതിനെ നല്ല തീയിലിട്ട് പഴുപ്പിച്ച് അതിനെ കൊത്തി ഉദ്ദേശിച്ച രീതിയിലേക്ക് അതിനെ മാറ്റിയെടുക്കാൻ അവർക്ക് കഴിയും. അമൂല്യമാണല്ലോ സ്വർണം. ആ സ്വർണത്തെ ഒരു ജ്വല്ലറിക്കാരന് നമ്മൾ നൽകിയാൽ അവർ അതിനെ സംസ്കരിക്കാൻ, അതിൻ്റെ മാലിന്യങ്ങളൊക്കെ പോകാൻ അവർ ചെയ്യുക, അതിനെ ചൂടാക്കലാണ്, കത്തിക്കലാണ്. അങ്ങനെ അതിൻ്റെ കൂടെ ചൂട് തട്ടുമ്പോൾ അതിൻ്റെ മ്ലേച്ഛതകളും മാലിന്യങ്ങൾക്കുമൊക്കെ മാറി അതിന് യഥാർത്ഥത്തിൽ അതിൻ്റെ ഒറിജിനാലിറ്റി അതിൽ നിന്ന് കണ്ടെത്താൻ കഴിയും. എന്നതുപോലെ ഇതും ഒരു ചൂടാണ്, ഒരു ത്യാഗമാണ്. ഇവിടെ അഗ്നി കൊണ്ടല്ല ചൂടാക്കുന്നത് എന്ന് മാത്രം, ഇവിടെ വിശപ്പ് കൊണ്ടും വൈകാരികമായ നിയന്ത്രണത്തിൻ്റെ ആത്മീയമായ പ്രാക്ടിക്കൽ കളരി കൊണ്ടുമാണ് ഇവിടെ സംസ്കരിക്കുന്നത്. അങ്ങനെ സംസ്കരിക്കുമ്പോൾ മനസ്സിന് വല്ലാത്ത ഒരു അതുവരെ ഇല്ലാത്ത ഒരു ആത്മീയത അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്നു. സ്വർണവും ഇരുമ്പുമൊക്കെ ബാഹ്യമായ അതിൻ്റെ മാലിന്യങ്ങളെയാണ് വൃത്തിയാക്കുന്നതെങ്കിൽ നോമ്പ് ആത്മീയമായ ഒരു പരിപോഷണമാണ് നൽകുന്നത്. എന്തിനെ തൊട്ട്? അതുവരെ ഉണ്ടായിരുന്ന ഒരുപാട് ആത്മീയതയ്ക്ക് യോജിക്കാത്ത മാലിന്യങ്ങളുണ്ടായിരുന്നു. അസൂയകളുണ്ടായിരുന്നു, കുനുറ്റുകളുണ്ടായിരുന്നു, കുശുമ്പുകളുണ്ടായിരുന്നു, വേണ്ട വിചാരങ്ങളുണ്ടായിരുന്നു, അനാവശ്യമായ വൃത്തികേടുകളുണ്ടായിരുന്നു, പറയാൻ കഴിയാത്ത അത്രമാത്രം വികൃതമായ ജീവിതാന്തരീക്ഷങ്ങൾ പലപ്പോഴും ഉണ്ടായിരുന്നു. അതിൽ നിന്ന് അവനെ മാറ്റി അസൂയയില്ലാത്ത, കുനുമ്പില്ലാത്ത, ഇതൊന്നുമില്ലാത്ത സംശുദ്ധമായ ഒരു സ്വഭാവത്തിൻ്റെ ഉദാഹരണം അവനെ ചൂണ്ടിക്കാണിക്കാൻ കഴിയും വിധം അവനെ പാകപ്പെടുത്തി. അതാണ് ഈ റമദാൻ നമുക്കൊക്കെ നൽകിയത്. അപ്പോൾ അങ്ങനെയുള്ള റമദാൻ പോകുമ്പോൾ നമ്മളെ ശരീരത്തിൻ്റെ പ്രകടനമായ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ പ്രകടമായ രൂപം അത് ഉൾക്കൊള്ളാനോ ഇല്ലെങ്കിലോ അതല്ല നമ്മുടെ ഭാഷ്യം. പക്ഷേ നമ്മുടെ ആത്മാവ്, ശുദ്ധമായ ആത്മാവ്, ഇതിലൂടെ നേട്ടം കിട്ടിയ ആത്മാവ്, ആ ആത്മാവിന് അത് വിട പറയുമ്പോൾ വല്ലാത്തൊരു ശൂന്യത അനുഭവപ്പെടുകയാണ്. ആ ശൂന്യതയുടെ ഒരു ഘട്ടത്തിലൂടെ നമ്മളിപ്പോൾ പോവുകയാണ്. നമ്മളിങ്ങനെ നോക്കുകയാണെങ്കിൽ നാളെ എന്ത്? ഈ റമദാൻ കഴിഞ്ഞ് പെരുന്നാൾ സുദിനം എല്ലാവരും കൂടും, തക്ബീറിൻ്റെ മന്ത്രോച്ചാരണങ്ങളുമായി കൂട്ടുകുടുംബാദികൾക്ക് വിരുന്നും കാര്യങ്ങളൊക്കെ ആയിട്ട് അതങ്ങനെ കഴിയും. അത് കഴിഞ്ഞാൽ തൊട്ടടുത്ത ദിവസം മുതൽ നമ്മൾ പഴയ രീതിയിലേക്ക് മാറാതെ സംരക്ഷിക്കുക എന്നതാണ് ഈ മൂല്യാധിഷ്ഠിത ജീവിതത്തിന് റമദാൻ നമുക്ക് നൽകുന്ന സംഭാവന സാധ്യമായി എന്ന് പറയാൻ കഴിയും. മൂല്യങ്ങളിൽ വിശ്വസിക്കുന്ന, മൂല്യങ്ങളിൽ നമ്മൾ ജീവിതം കണ്ടെത്തുന്ന മഹിതമായ ഒരു സംസ്കൃതി രൂപപ്പെടുത്തുക, അതാണ് വിശുദ്ധ റമദാനിൽ നമുക്ക് ചെയ്യാനുള്ളത്. 1-2 ദിവസങ്ങൾ കൂടി കഴിഞ്ഞാൽ ഇത് അവസാനിച്ചല്ലോ. ഇതുകൊണ്ട് തന്നെയാണ് പരിശുദ്ധമായ റമദാൻ അതിൻ്റെ അവസാന ഘട്ടത്തിലെത്തുമ്പോൾ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ കണ്ണുനീര്
അശ്രുകണങ്ങളായി ധാരധാരയായി ഒഴുകും. കാര്യമെന്താണ്? ഇന്നലെകൾ അഥവാ റമദാനിൻ്റെ തലേ ദിവസം വരെ നീ എന്തൊക്കെയായിരുന്നോ ആയതിൽ നിന്ന് വ്യത്യസ്തമായി അതൊക്കെ മാറ്റി 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 ഇന്ന് ബാങ്കിൻ്റെ ധ്വനികൾ കേൾക്കുമ്പോൾ, ബാങ്കുലി കേൾക്കുമ്പോൾ ഉടനെ നമസ്കരിക്കണമെന്ന ബോധ്യം സഹോദരിമാർക്കൊക്കെ ഉണ്ടാകുന്നു. നോമ്പിന് മുമ്പ് അങ്ങനെ ആയിരുന്നില്ല. നോമ്പ് തുടങ്ങിയോടെ മുതൽ അങ്ങനെയാണ്. ഒരു തെറ്റ് പറയുമ്പോഴേത്തിന് ആരും ഒന്ന് തടയുന്നുണ്ടോ പറയാൻ പാടില്ല. ഒരു ഹൃദയവികാരത്തിന് വിധേയമായ ഒരു സംസാരത്തിലേക്ക് നമ്മൾ ഒരുങ്ങുമ്പോൾ അതിശക്തമായ വിലക്കുമായി നോമ്പോടെ വരുന്നു പറയാൻ പാടില്ല. എന്നാൽ ഇനി അതെല്ലാം മാറ്റി മറ്റൊരു ദിശയിലേക്ക് പോകാതെ റമദാൻ എന്ത് നമുക്കൊരു പാഠം നൽകിയോ ആ പാഠം ഉൾക്കൊള്ളുക, അതിന് സാധ്യമാകുന്നവരാണ് ഇവിടെ വിജയികളാകുന്നത്. സ്രഷ്ടമായ റബ്ബ് അതിന് നമുക്കൊക്കെ തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ആമീൻ എന്ന് നമുക്ക് ദുആ ചെയ്യാം. പ്രിയ സഹോദരങ്ങളെ, പിന്നെ റമദാനിൽ ആര് ഉണ്ട് എന്ന് പറയാൻ കഴിയോ? 2025 വിശുദ്ധമായ റമദാനിൽ നമ്മൾ ആര്, എത്ര ആളുകൾ, എങ്ങനെ, എവിടെ എന്നൊന്നും പറയാൻ കഴിയില്ല. അപ്പോൾ ഈ അവസാന നിമിഷം നമ്മൾ എന്ത് ചെയ്യണം? വളരെ സജീവമായി അള്ളാഹുവിലേക്ക് അടുക്കാനും മനസ്സുകൊണ്ട് റബ്ബിലേക്ക് കൂടുതൽ സജീവത ഉണ്ടാക്കാനും നമുക്ക് കഴിയണം. അവിടെ മാത്രമേ നമുക്ക് രക്ഷപ്പെടാൻ കഴിയൂ. നമ്മുടെ പൂർവികരെല്ലാം അങ്ങനെ ചിന്തിച്ചവരായിരുന്നു, അതിനുവേണ്ടി പ്രാർത്ഥിച്ചവരായിരുന്നു. നോമ്പിനവർ അത്രമാത്രം സ്ഥാനം നൽകിയവരായിരുന്നു. ഞാൻ ഓർത്തു പോവുകയാണ്, മുഅത്തദ് രണാങ്കണത്തിലേക്ക് വന്ന മഹാനായ ജാഫർ റളിയല്ലാഹു അൻഹു. പ്രഗത്ഭനായ സ്വഹാബി വര്യനാണ്, പുണ്യ റസൂൽ ഇഷ്ടപ്പെട്ടൊരു കൂട്ടുകാരനാണ്. ആ സ്വഹാബി വര്യനെ അള്ളാഹുവിൻ്റെ പ്രവാചകൻ മുഅത്തദിൻ്റെ രണാങ്കണത്തിലേക്ക് പറഞ്ഞേക്കാണ്. അങ്ങനെ പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞു, ജാഫർ, നിങ്ങൾ ഈ പതാക പിടിക്കണം. അങ്ങനെ നിങ്ങൾ ഇവിടെ നിന്ന് വീണാൽ ഇന്നാളിലേക്ക് ഇന്നാൾ പിടിക്കണം എന്ന് പറയുമ്പോൾ ആ വാക്യത്തിൽ തന്നെ സൂചനകളുണ്ട്. പ്രവാചകർ, നിങ്ങൾ ഈ യുദ്ധക്കളത്തിൽ നിങ്ങൾ വീണു പോവുകയാണെങ്കിൽ പതാക ഇന്നാളാണ് പിന്നീട് പിടിക്കേണ്ടത് എന്ന് പറയുമ്പോൾ ഉറപ്പിക്കാം ആ മനുഷ്യൻ അഥവാ മഹാനായ ജാഫർ റളിയല്ലാഹു അൻഹു ആ യുദ്ധത്തിൽ വീണു പോകും എന്ന് പുണ്യറസൂലിൻ്റെ വാക്കിൽ നിന്നാണ് കിട്ടുകയാണ്. ഇതൊക്കെ ബോധ്യമായിട്ടും ആ രണഭൂമിയിലേക്ക് വിലാളി വീരനായി എടുത്തു ചാടി അവസാനം തൻ്റെ കൈകാലുകൾ ഛേദിച്ചുകൊണ്ട് 2 കൈകളും 2 കാലുകളും വെട്ടേറ്റ് മുറിഞ്ഞ് വീണു. ആ സമയത്ത് പോലും അല്പം പോലും പരിതപിക്കാതെ അവസാനം യുദ്ധക്കളത്തിൽ പ്രയാസപ്പെടുന്നവർക്ക് നൽകാൻ വേണ്ടി വെള്ളപ്പാത്രവുമായി വന്നപ്പോൾ ആ കാണുന്ന സൂര്യാസ്തമയത്തിന് ശേഷമല്ലാതെ ജാഫറിന് വെള്ളം വേണ്ട എന്ന് പറഞ്ഞ ജാഫർ റളിയല്ലാഹു തആല അൻഹു. ഇത് നോമ്പ് നൽകുന്ന ഒരു ആത്മീയമായൊരു പരിവേഷമാണ്, നോമ്പ് നൽകുന്ന ഒരു ആത്മീയതയാണ്. അതുകൊണ്ട് ഈ നോമ്പ് നമുക്കിവിടെ അവസാനിക്കുമ്പോൾ ഒരു പ്രതിജ്ഞ നമ്മൾ പുതുക്കണം. നോമ്പേ അവസാനിക്കുന്നുള്ളൂ, റമദാൻ മാസമേ അവസാനിക്കുന്നുള്ളൂ, റമദാനിൻ്റെ പകലുകളെ അവസാനിക്കുന്നുള്ളൂ, റമദാനിൻ്റെ രാത്രികളെ അവസാനിക്കുന്നുള്ളൂ. പക്ഷെ റമദാൻ എന്തിനേക്ക് നമ്മളെ മാറ്റിയോ? റമദാൻ ഏതൊരു വിശുദ്ധമായ സംസ്കൃതിയിലേക്ക് നമ്മളെ മാറ്റിയോ? ആ ഒരു വിശുദ്ധമായ ആ പവിത്രമായ മാർഗത്തിൽ നിന്ന് വ്യതിചലിക്കാതെ അതിനെ മുറുകെ പിടിക്കാൻ നമുക്ക് കഴിയുക എന്നതാണ് ഈ റമദാൻ നമുക്ക് നൽകുന്ന ആത്മീയത. അപ്പോഴാണ് ഖിയാമത്തിലേക്ക് നമുക്കൊരു മുതൽക്കൂട്ടാകാൻ കഴിയും. ആ ആത്മീയതയിൽ നിന്നാണ് റയ്യാൻ എന്ന കവാടത്തിലൂടെ മറ്റാർക്കും പ്രവേശനമില്ലാതെ ഹിസാബില്ലാതെ നമുക്ക് സ്വർഗത്തിലേക്ക് പോകാനും കഴിയും. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ റമദാൻ്റെ അവസാന ഘട്ടത്തിൽ നമ്മൾ സഞ്ചരിക്കുമ്പോൾ ഈ ഒരു ചിന്തകൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകട്ടെ. അള്ളാഹുവിൻ്റെ വിശുദ്ധമായ മാർഗത്തിൽ ജീവിതം സാക്ഷ്യപ്പെടുത്താൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അനിവാര്യമാകുന്ന സമയത്ത് കാമിലായ ഈമാനോടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പ്രഖ്യാപിച്ച് വിടവാങ്ങാൻ കരുണക്കടലായ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ എന്ന പ്രാർത്ഥനയോടെ
തൽക്കാലം ഇവിടെ ചോദിക്കുന്നു. വാഹിർ ദഅവതി അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.